മഹിതം മലയാളം. മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര. ഇന്ന് ഈ പരിപാടി അവതരിപ്പിക്കുന്നത് ഡോക്ടർ മാർഗരറ്റ് ജോർജ്. ആദരിക്കലും അനുമോദിക്കലും അടുത്ത കാലത്ത് കേരളീയ സംസ്കാരത്തിൻ്റെ ഭാഗമായി തീർന്ന രണ്ട് ചടങ്ങുകളാണ് അനുമോദിക്കലും ആദരിക്കലും. എന്നാൽ ഇവയുടെ ഉപയോഗം എപ്പോഴൊക്കെയാണ് വേണ്ടത് എന്ന കാര്യത്തിൽ പലതരം അവ്യവസ്ഥകൾ കണ്ടുവരുന്നു. SSLC പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥിയെ ആദരിക്കുന്നു എന്ന് ചിലയിടത്ത് പ്രയോഗിച്ചു കാണാം. ഇവിടെ അനുമോദിക്കലാണ് വേണ്ടത്, ആദരിക്കലല്ല. പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവരെ, റാങ്ക് ജേതാക്കളെ ഒക്കെ അനുമോദിക്കുകയാണ് ചെയ്യേണ്ടത്, അവരെ ആദരിക്കുകയല്ല. അവരുടെ പ്രയത്നത്തിന് അഭിനന്ദനങ്ങളും പ്രോത്സാഹനവും നൽകുകയാണ് അനുമോദനം, അഭിനന്ദനം എന്നിവ. നേട്ടങ്ങൾക്ക് പിന്നിലെ കഠിനാധ്വാനത്തെ, അർപ്പണബോധത്തെ അഭിനന്ദിക്കുന്നു. ഭാവിയിലേക്ക് നല്ല ആശംസകൾ നേരുന്നു. നേട്ടങ്ങൾ ആഘോഷിക്കുമ്പോൾ അനുമോദിക്കാം, അഭിനന്ദിക്കാം. എന്നാൽ ആദരിക്കൽ വ്യത്യസ്തമാണ്. അനുമോദനത്തിൻ്റെയും അഭിനന്ദനത്തിൻ്റെയും കൂടെ ബഹുമാനിക്കലും കൂടി ചേർന്നാണ് ആദരിക്കൽ. വണക്കം, ബഹുമാനം എന്നിവ ചേർന്ന് മിക്കവാറും തലമുതിർന്ന പ്രതിഭകളെയാണ് ആദരിക്കേണ്ടത്. ജ്ഞാനപീഠ പുരസ്കാര ജേതാവിനെയോ എഴുത്തച്ഛൻ പുരസ്കാര ജേതാവിനെയോ ഒക്കെ ആദരിക്കാം. ആദരിക്കലിൽ നാം അവരെ ബഹുമാനിക്കുകയും അവരുടെ മഹത്വത്തെ അംഗീകരിക്കുകയും വിലമതിക്കുകയും ചെയ്യുകയാണ്. അവർ ആദരണീയരാണ്. ഇതോടൊപ്പം തെറ്റായി പ്രയോഗിക്കുന്ന മറ്റൊരു പദം കൂടിയുണ്ട്, ആരാധ്യൻ. ആദരവ് അർഹിക്കുന്നവൻ ആദരണീയനാണ്, ആരാധന അർഹിക്കുന്നവൻ ആരാധ്യനാണ്. സാധാരണഗതിയിൽ ആരാധന ദൈവങ്ങൾക്കാണ് നൽകുന്നത്. മലയാളത്തിൽ പലപ്പോഴും ആരാധ്യനായ, ആരാധ്യയായ മേയർ എന്ന് പ്രയോഗിക്കാറുണ്ട്. വർഷിപ്ഫുൾ മേയർ എന്ന ആംഗലേയ പദം വിവർത്തനം ചെയ്തപ്പോഴാണ് ആരാധ്യനായ മേയർ എന്ന് വന്നു ചേർന്നത്. മേയർ എന്നാൽ ദൈവങ്ങൾക്ക് തുല്യമായ സ്ഥാനം കൈവശം വയ്ക്കുന്ന ചില വിദേശ രാജ്യങ്ങളിൽ പറയുന്ന പദം മലയാളത്തിൽ ജനപ്രതിനിധികൾക്ക് ഇന്ന് ഉപയോഗിച്ചു കാണുന്നു. ഇത് ആംഗലേയ പരിഭാഷയോടുള്ള അടിമത്ത മനോഭാവം കൊണ്ടായിരിക്കാം. പൂജിക്കുക, അർച്ചന ചെയ്യുക, സേവിക്കുക, പ്രീതിപ്പെടുത്തുക, വണങ്ങുക തുടങ്ങിയ അർത്ഥങ്ങളാണ് ആരാധ്യൻ എന്ന പദത്തിന് ലഭിക്കുന്നത്. ജനപ്രതിനിധികൾക്ക് ഇത്തരം ആരാധന നൽകുന്നത് അസംബന്ധമാണ്. ഇത്തരം മേൽക്കോയ്മകളും അപാകതകളും തിരിച്ചറിഞ്ഞ് അനുമോദിക്കലും ആദരിക്കലും ആരാധിക്കലും ശരിയായ സന്ദർഭത്തിൽ ഉപയോഗിക്കേണ്ടത് ഭാഷാസ്നേഹികളുടെ കർത്തവ്യമാണ്. മഹിതം മലയാളം. മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര.